എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് വീണ്ടും ഒരു റൈസ് റെസിപ്പി തന്നെ നോക്കിയാലോ. അതിനുവേണ്ടി ഒരു ഗ്ലാസ് ദോശരി നന്നായി കുതിർത്ത് വെച്ചതാണ്. അതിലേക്ക് 2.5 ഗ്ലാസ് വെള്ളവും 1/2 ഗ്ലാസ് പാലും കൂടി ചേർത്ത് 3 ഗ്ലാസ് ആക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് കുക്കറിൽ 2-3-4 വിസിലടിച്ച് വേവിച്ചെടുക്കാം. കുറച്ച് ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് ഒരു വറ്റൽമുളക് കൂടി ചേർത്ത് കുറച്ച് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടി നമുക്ക് ചേർക്കാം. ഇത് നല്ലപോലെ ഫ്രൈ ആയി വരണം. ഇഞ്ചിയും പച്ചമുളകും അത് നന്നായി ഫ്രൈ ആയി വന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മല്ലിയിലയും കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ വറവ് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ ചോറ് നന്നായി വെന്തിട്ടുണ്ട്. ചോറ് നല്ല കുഴഞ്ഞിരിക്കുന്നതാണ് കേർഡ് റൈസിന് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കണം. എല്ലാം തൈരിട്ട് ചെയ്താൽ നല്ല പുളിയായിരിക്കും. അതുകൊണ്ട് പാലും തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ തൈരിൽ ഞാൻ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ച തൈരാണ്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വറവും ആവശ്യത്തിനുള്ള അനാറും കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ചേർത്താൽ വളരെ ടേസ്റ്റുള്ള കേർഡ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി. അധികം പുളിപ്പൊന്നും ഇല്ല. എല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി, നമസ്കാരം.